ആ ആ അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കഥ പറയാൻ പോവാം. നിങ്ങൾ ഇങ്ങോട്ട് ചോദ്യമൊന്നും ചോദിക്കരുത്. ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കുക. എന്നിട്ട് ഇതിലെ ന്യായാന്യായങ്ങളെല്ലാം നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി. കാരണം ഏകദേശം ഈ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അത് കേട്ട് കഴിയുമ്പോൾ ബോധമുള്ള മനുഷ്യർക്ക് ഇതിൽ ന്യായം എവിടെയാണ് അന്യായം എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിത് പറയാൻ കാരണം നമ്മുടെ കേരളത്തിലെ മതേതര പുരോഗമന ജനാധിപത്യ വർഗ ബഹുജന ഫാഷിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളുണ്ടല്ലോ, അവരൊന്നും നിങ്ങളോട് പറയാതെ മുക്കിവെച്ച ഒരു സംഭവമായത്. നമ്മുടെ കേരളത്തിൽ ഈ മതേതരത്തെ സംരക്ഷിക്കാനും അതുപോലെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനായിട്ടൊക്കെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നവരാണല്ലോ ഈ പറഞ്ഞ ഫാഷിസ്റ്റ് വിരുദ്ധ പുരോഗമനവാദികൾ. അവർക്ക് പക്ഷേ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില പ്രത്യേക വിഭാഗം അത് വെട്ടിലാവുന്ന അല്ലെങ്കിൽ ഡിഫെൻസിവിലാവുന്ന ചില വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ, ആപ്പിലാവുന്ന വാർത്ത വന്നു കഴിഞ്ഞാൽ ഇവർ മുക്കിക്കളയും, ഇവർ മിണ്ടില്ല. കാരണം എന്താ അറിയോ? ആ വാർത്ത നാലാൾ പുറത്തറിഞ്ഞാൽ ഇവിടെ BJPക്ക് വല്ല ഗുണവും കിട്ടും എന്നാണ് ഇവരുടെ പേടി. ഇന്ത്യയുടെ ഭരണഘടന ചവച്ചരച്ച് തിന്നാനായിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ വിഴുങ്ങാനായിട്ട് തയ്യാറായിട്ട് നടക്കുന്ന ആളുകളാണല്ലോ ഈ BJPക്കാർ. അപ്പോൾ BJPക്ക് ഗുണം കിട്ടുമല്ലോ എന്നോർത്ത് ഇവർ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ മുക്കും. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് UPയിലാണ്. UP അല്ല, ഊപ്പി അങ്ങനെ വേണം പറയാൻ. കാരണം ഈ പറയുന്ന മതേതര പോരാളികളുണ്ടല്ലോ, അവർ UPയെ വിളിക്കുന്ന ഊപ്പി എന്നാണ്. കാരണം UPയിൽ ആളുകളെല്ലാം ഈ ചാണകം തിന്ന് നടക്കുന്ന, ഒരു പുരോഗമനവും ഇല്ല, ജനാധിപത്യവും ഇല്ല, മതേതരത്വവും ഇല്ല, എഴുത്തുമാനാണെങ്കിൽ തീരെയില്ല. ആകെയുള്ളത് കുറേ പശുവും ചാണകവും മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചാണകവും ഗോമൂത്രവും മാത്രമുള്ള UPയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇവരെപ്പോഴും നോക്കിയിരിക്കുന്ന UPയിലേക്കാണ്. ഈ കാലിൻ്റെ ചോട്ടിൽ നിന്ന് ഭൂമി തന്നെ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ അവരറിയില്ല, കാരണം അവരുടെ നോട്ടം മുഴുവൻ UPയിലേക്ക്. പക്ഷേ ഈ UPയിലെ സംഭവം അവരറിഞ്ഞില്ല, അല്ലെങ്കിൽ അറിഞ്ഞതായിട്ട് ഭാവിച്ചിട്ടില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ, 30 വയസ്സുള്ള ആയുഷ് മാലിക് എന്ന് പറയുന്ന 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ, മൂപ്പരാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. അപ്പം ഇദ്ദേഹം ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന അച്ഛനമ്മമാരുടെ ഏക മകനാണ്. 3 സഹോദരിമാർ വേറെയുണ്ട്, പക്ഷെ ആണായിട്ട് ആകെ ഒരു ആൺതരിയുള്ളൂ. അതാണ് ഈ ആയുഷ് മാലിക്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മോശമല്ലാത്ത ഒരു കച്ചവടക്കാരനാണ്, ഒരു മോശമല്ലാത്ത കോടീശ്വരനാണ്. 2-3 ഫാർമസി ഒക്കെ ഉണ്ട്, ഫാർമസി ബിസിനസ് നടത്തുന്ന ആളുകളാണ്, മരുന്ന് കട. അപ്പോൾ ഈ ഫാർമസി നടത്തുന്ന ആളാണ്. അങ്ങനെ ഒരുമാതിരി കാശൊക്കെ ഉള്ള നല്ല കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരനാണ്. ഇയാൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2018 ഇയാളുടെ ഈ ചെറുക്കൻ്റെ കാലിനെന്തോ ഒരു അപകടം സംഭവിച്ചു. അപ്പോൾ അതിൻ്റെ റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ട് ചികിത്സയ്ക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടു. അതോടെ ഇയാളുടെ കഷ്ടകാലം തുടങ്ങി. കാരണം ഈ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ പേര് ചാന്ദ്നി ഖുറേഷി. അപ്പോൾ സംഗതി ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഈ ചെറുപ്പക്കാരിയായ ചാന്ദ്നി ഖുറേഷി എന്ന് പറയുന്ന ഇവര് ചികിത്സിച്ച് കാലൊരു വിധത്തിലെല്ലാം ഭേദമായി. പക്ഷേ അതോടെ ബാക്കി കാര്യങ്ങളെല്ലാം അവതാളത്തിലായി. കാരണം ഇവർ രണ്ടുപേരും തമ്മിൽ പ്രേമത്തിലായി, ഈ ചാന്ദ്നി ഖുറേഷിയും അതുപോലെ ഈ ആയുഷ് മാലിക്കും തമ്മിൽ. അപ്പോൾ സംഭവം, ചെറുക്കൻ ഹിന്ദുവാണ്, ഈ പെങ്കൊച്ചാണെങ്കിൽ മുസ്ലിമുമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ പ്രണയിച്ച് കഴിയുമ്പോൾ അടുത്ത നടപടി ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഈ ലവ് ജിഹാദ് എന്ന് പറയും. ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഘടനയില്ല, അങ്ങനെ ഒരു സ്ഥാപനവും ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു, ഇവിടെ സുപ്രീം കോടതി പറഞ്ഞു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഘടനയും ഡയറക്ടർ ബോർഡും അല്ലെങ്കിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ സംഭവം പലയിടത്തും നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ പെങ്കൊച്ച് പതുക്കെ പറഞ്ഞ് അവരുടെ മതത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ്, ഇസ്ലാമിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞ്, ഇത് കാരണം ഇപ്പുറത്തുള്ളത് ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ മുഴുവൻ ചാണകവും ഗോമൂത്രമാണ്, പുരോഗമനമില്ല, പിന്നെ ബിംബാരാധകരാണ്, അങ്ങനെയുള്ള പ്രശ്നം, പിന്നെ 12,000-13,000 ദൈവങ്ങളുണ്ട്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഹിന്ദുമതത്തിലുണ്ട്. അപ്പോൾ ഇപ്പുറത്താണെങ്കിൽ അതൊന്നുമില്ല, ഏകദൈവമാണ്, പിന്നെ ജാതിയില്ല, വിവേചനമില്ല, സ്വാതന്ത്ര്യമാണെങ്കിൽ പിന്നെ പറയണ്ട, ഭയങ്കര സ്വാതന്ത്ര്യമാണ്. ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും ഇസ്ലാമിലുണ്ട്. പിന്നെ നീ എന്തിനാണ് ഈ പറയുന്ന ഈ പ്രാകൃത ഹിന്ദു മതത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത് എന്നുള്ള കുറേ നാളത്തെ ഈ പെങ്കൊച്ചിൻ്റെ ബ്രെയിൻ വാഷിങ്. അങ്ങനെ ബ്രെയിൻ വാഷിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊച്ചു മാത്രമല്ല, കൊച്ചിൻ്റെ തന്ത ഉറപ്പിച്ചു പറഞ്ഞു, നീ ഉള്ള ഏതെങ്കിലും ഹിന്ദുവിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ കയറ്റില്ല, വേണമെങ്കിൽ അവനോട് മതം മാറിയിട്ട് വരാൻ പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ, അച്ഛനും മകളും കൂടെ മതം മാറ്റി ഇവനെ കുറേ കാലമായിട്ട് ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് 2023 ആയപ്പോൾ ഇവന് പ്രേമം തലയ്ക്ക് പിടിച്ചു, ഒരു രക്ഷയില്ല. ആദ്യമൊക്കെ ഇവന് മടിയായിരുന്നു മതം മാറാനായിട്ട്, കാരണം അച്ഛൻ്റെ അമ്മയുടെ ഒരേ ഒരു ആൺതരിയാണ്, അവന് കുടുംബസ്നേഹമുള്ളവരാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് 2023 ആയപ്പോഴേക്കും ഇവൻ മതം മാറി, ഇവൻ ഇസ്ലാമിലേക്ക് വന്നു. മുഹമ്മദ് അലി എന്ന് പറയുന്ന പേരൊക്കെ സ്വീകരിച്ച്, പിന്നെ മുസ്ലിം ആയി കഴിഞ്ഞാൽ അവരുടെ വേഷവിധാനങ്ങളിലെ കാര്യങ്ങളിലൊക്കെ മാറ്റം വരും. അതായത് ഇപ്പം നിങ്ങൾ പടം കാണുന്നുണ്ട്, ദീനി ഇസ്ലാമായിട്ട് വേഷം കെട്ടി പുള്ളി ജീവിതം ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുന്നതിനിടയ്ക്ക്
കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ പയ്യന് ഉള്ളിൽ അപ്പോഴും വിഷമമുണ്ട്. കാരണം അച്ഛനും അമ്മയൊക്കെ ഇട്ടിട്ടല്ലേ പോകുന്നത്. മാത്രമല്ല ഈ അച്ഛനമ്മമാരോട് ഇവൻ കാര്യം പറഞ്ഞുമില്ല. ഞാൻ മുസ്ലിം ആവാൻ പോവുക, കാരണം ഇനി ആ പെങ്കൊച്ചിനെ കെട്ടണം. കാരണം ഈ മതം മാറിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടില്ലല്ലോ, അങ്ങോട്ടല്ലേ ഉള്ളൂ അല്ലേ. പെണ്ണെന്തായാലും ഹിന്ദു ആവുന്നുള്ള പ്രശ്നമില്ല. അപ്പൊ പിന്നെ എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ലാതെ പോയി അങ്ങോട്ട് ഇസ്ലാമിലേക്ക് ചേരേണ്ടി വന്നു എന്ന് ഇവൻ എങ്ങനെ അച്ഛനമ്മമാരോട് പറയും? അത് പറയാൻ നിവൃത്തിയില്ല. പോരെങ്കിൽ ഈ പെങ്ങന്മാരുടെ വിവാഹം ഒന്നും അന്ന് കഴിഞ്ഞിരുന്നില്ല. ഇപ്പൊ പെങ്ങന്മാരുടെ വിവാഹം കഴിഞ്ഞു, പക്ഷെ അന്ന് പെങ്ങന്മാരുടെ ചിലരുടെ വിവാഹം കഴിഞ്ഞിരുന്നില്ല. അപ്പോ ഈ ആകെ ഒരു ആങ്ങളുള്ളത് അവൻ മതം മാറി അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെങ്ങന്മാരുടെ വിവാഹമൊക്കെ നടക്കാതെ വരും. അതുകൊണ്ട് ഇവൻ കുടുംബസ്നേഹമുള്ളവനാ. അതുകൊണ്ട് ഇവൻ അച്ഛനമ്മമാരോടും മിണ്ടിയില്ല ഇങ്ങനെ കല്യാണം കഴിഞ്ഞു എന്നുള്ള കാര്യം. അങ്ങനെ ഈ സംഭവം ആരും അറിയാതെ ഇവര് ജീവിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആണ് ഈ ഭാര്യയുടെ അച്ഛന്റെയും തനി സ്വഭാവം പുറത്തു വരുന്നത് എന്നാണ് ഈ ചെറുക്കൻ ഇപ്പോൾ പറയുന്നത്. ചെറുക്കൻ പറയുന്ന കാര്യം നമുക്കറിയാം. ഈ ചെറുക്കന്റെ അച്ഛൻ പോലീസിൽ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ പറയുന്നത് വിവാഹം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവർക്ക് 2 ലക്ഷ്യങ്ങളായിരുന്നു. ഒന്ന്, ഇവനെ മുസ്ലിം ആക്കുക, അതൊന്ന്. രണ്ടാമത്തത് ഇവന്റെ സ്വത്ത് മുഴുവൻ അടിച്ചെടുക്കുക. ഇവനെ തന്നെ വിവാഹം കഴിക്കാനായിട്ട് ഈ പെൺകുച്ച് നിർബന്ധം പിടിക്കാൻ കാരണം, അവിടെ വേറെ ഈ ഇസ്ലാം മതത്തിലെ ചെറുപ്പക്കാരൊന്നും ഇല്ലാഞ്ഞിട്ടല്ലോ ഈ ഹിന്ദുവിനെ കെട്ടിയത്. ഇവൻ തന്നെ വേണം നിർബന്ധം പിടിക്കാൻ കാരണം ഇവന്റെ അച്ഛന്റെ കയ്യിൽ ധാരാളം കാശുണ്ട്. കാരണം ഫാർമസി ബിസിനസ്സൊക്കെ നടത്തുന്ന ഈ സ്വത്തുക്കളുടെ എല്ലാം ഏക അനന്തരാവകാശി എന്ന് പറയുന്ന ഈ ചെറുക്കനാ. കാരണം ബാക്കി 3 പെൺപിള്ളേരാണ്. വിവാഹം കഴിഞ്ഞ് അവർക്ക് കൊടുക്കാനുള്ള കൊടുത്ത് പോയി കഴിഞ്ഞാൽ ഈ ചെറുക്കനാണ് ബാക്കിയെല്ലാം നോക്കി നടത്തേണ്ടത്. അപ്പൊ ചുളുവിൽ ഈ ബിസിനസ് മുഴുവൻ അല്ലെങ്കിൽ ഈ സ്വത്ത് മുഴുവൻ മകളുടെ കീശയിലിരിക്കും എന്നുള്ളതായിരുന്നു മകളുടെ അച്ഛന്റെ കണക്കുകൂട്ടൽ എന്നുള്ളതാണ് ഈ ചെറുക്കൻ പറയുന്നത്. ഇപ്പൊ അമ്മായി അച്ഛന്റെ കണക്കുകൂട്ടൽ ഇതായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ചെറുക്കൻ ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പൊ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അച്ഛനമ്മമാരുടെ അടുത്തേക്ക് വരികയും ചെയ്തു. അവൻ തിരിച്ച് ഹിന്ദുമതം വീണ്ടും സ്വീകരിക്കുകയും ചെയ്തു. ഈ മതം മാറുക എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് കുപ്പായം മാറുന്ന പോലെയാണ് ഇപ്പോഴത്തെ കാലത്തെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അവന് നിങ്ങളുടെ ഇസ്ലാമും വേണ്ട, ഒന്നും വേണ്ട, അതായത് പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇവൻ വീണ്ടും ഹിന്ദു മതത്തിലേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് അവൻ അവിടെ വീട്ടിൽ പൂജ ചെയ്യുന്നതും അവനെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ എല്ലാം ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇവന്റെ പ്രധാനപ്പെട്ട പരാതി ഇപ്പോഴെന്ന് പറയുന്നത് എന്നെ പറ്റിച്ചു. ശരിയാണ്, ആ പെങ്കൊച്ചിനോട് എനിക്ക് പ്രേമമായിരുന്നു. പക്ഷേ ഈ എൻ്റെ പ്രേമത്തിനെ ഇവരുപയോഗിച്ചു എന്തിന്? എന്നെ മതം മാറ്റാനും അതുപോലെ എൻ്റെ അച്ഛൻ്റെ സ്വത്തുകൾ മുഴുവൻ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛനോട് വഴക്കടിച്ച് പോയി സ്വത്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് ഈ അമ്മായിയച്ഛനും ഭാര്യയും കൂടെ ഇയാളെ നിരന്തരം നിർബന്ധിക്കുമായിരുന്നു അത്രേ വിവാഹം കഴിഞ്ഞിട്ട്. അങ്ങനെയാണ് ഇപ്പൊ ഇവൻ പറയുന്നത്. അപ്പൊ അതോടുകൂടി ഈ ചെറുക്കൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ് പോലീസിൽ. കേസിന്റെ അന്വേഷണത്തിൽ പ്രാഥമിക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, പ്രാഥമിക തെളിവ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ചെറുക്കൻ്റെ മൊഴി തന്നെയാണിത്. അതിന്റെ അടിസ്ഥാനം പോലെ സാഹചര്യ തെളിവൊക്കെ ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ യോഗി ആദിത്യനാഥിന്റെ സർക്കാർ, കേരളം പോലെയൊന്നുമല്ല, അവിടെ പുരോഗമനവും ഇല്ല, ജനാധിപത്യവും ഇല്ല, മതേതരത്വവും ഇല്ല. അതുകൊണ്ട് ഈ മകളെയും അച്ഛനെയും പിടിച്ച് അകത്തിട്ടു, ജയിലിലാക്കി. ഇപ്പൊ ഇവർ 2 പേരും. വല്ല ആവശ്യമുണ്ടോ? ഇസ്ലാം മതത്തിൽ ആമ്പിള്ളേരൊന്നും ബാക്കിയില്ലേ? ഇവനെ തന്നെ കെട്ടണമെന്ന് നിർബന്ധിച്ച് അവനെ മതം മാറ്റി അവസാനം അങ്ങോട്ട് കൊണ്ടുപോയത് ഇപ്പോൾ വീട്ടിൽ സുഖമായിട്ടിരിക്കേണ്ട അച്ഛനും മകളും ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ്. അപ്പൊ ഇതാണ് വാർത്ത. ഇതിൽ വേറൊരു ഭാഷ്യം കൂടിയാണ്. ഞാൻ അതാണ് പറഞ്ഞത്, ഇതിലെ ശരിയും ന്യായവും അന്യായവും ഒക്കെ നിങ്ങൾ ചിന്തിച്ചങ്ങ് തീരുമാനിച്ചാൽ മതി എന്ന് പറയും. ഇതിന്റെ മറ്റൊരു വശമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ വേറൊരു വീഡിയോ നമ്മുടെ ഈ മതേതര പുരോഗമന മാധ്യമങ്ങളുണ്ടല്ലോ, മാത്രമല്ല സംഘപരിവാർ ഭരിക്കുന്ന ഇന്ത്യയിൽ മുസ്ലിമുകൾ നിരന്തരം വേട്ടയാടപ്പെടുന്നു എന്നുള്ള ആ ഒരു ഭാഗം പറയാനായിട്ട് വേണ്ടി മാത്രം മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചില മാധ്യമങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വയർ, എല്ലാം പുരോഗമനവാദികൾ, ദ സ്ക്രോൾ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മക്തൂബ് മീഡിയ, പിന്നെ ആരാണ്, മില്ലത്ത് മീഡിയ, കശ്മീർ ടൈംസ് എന്നൊക്കെ പറയുന്ന കുറെ ആളുകളുണ്ട്. എല്ലാവരും ജനാധിപത്യ പോരാളികളാണ്, മതേതരത്വം സംരക്ഷിച്ച് അടങ്ങും, അതിന്റെ കോൺട്രാക്ട് എടുത്ത ആളുകളാണ്. ഇവരെല്ലാവരും പറയുന്നത് ഈ ചെറുക്കൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ ഇസ്ലാം മതത്തിലേക്ക് ഹിന്ദു മതത്തിൽ നിന്ന് ഒരുത്തൻ ഇസ്ലാമായി കഴിഞ്ഞാൽ, അതായത് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് പോവുകയാണ്. അപ്പൊ ആ പോക്കിന്റെ സമയത്ത് ഈ പറയുന്ന മതേതര പോരാളികൾ, ഞാനിപ്പോൾ പേര് പറഞ്ഞല്ലോ 2-3 പേര്, അവരെല്ലാവരും ആഘോഷിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം ഹിന്ദു മതത്തിനെ ഉപേക്ഷിച്ച് ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന പ്രാകൃതവും പൈശാചികവുമായ ഇതിൽ നിന്ന് അങ്ങോട്ട് നന്മയിലേക്ക് പോവില്ലേ. അപ്പോൾ അത് ആഘോഷിക്കാനായിട്ട് കുറെ മാധ്യമങ്ങളൊക്കെ ചെന്നിരുന്നു. അങ്ങോട്ട് പോകുന്നുണ്ട്. ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അയ്യോ മതേതരത്വം തകർന്നു, ഇവിടെ സംഘപരിവാർ ഫാഷിസ്റ്റുകൾ എല്ലാ മുസ്ലിമുകളെയും ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. അപ്പം അങ്ങോട്ടായതുകൊണ്ട് അവർക്ക് ആഘോഷിക്കാനുള്ള സമയമായതുകൊണ്ട് അങ്ങനെയുള്ള സമയത്ത് അവർ ഈ ചെറുക്കൻ്റെ ഇന്റർവ്യൂ എടുത്തിരുന്നു. ചെറുക്കനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം കുറെ കാലം കൂടി ഈ പ്രേമിച്ച പെണ്ണിനെ കെട്ടാൻ പോകല്ലേ. അപ്പോൾ അവൻ ഇസ്ലാമിനെയൊക്കെ പൊക്കി അടിച്ചു. ഞാൻ 8 വയസ്സ് മുതൽ ഇസ്ലാം മതം അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. അത് വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെയും 3 പെങ്ങന്മാരുടെയും ഇടയിൽ
ആരും അറിയാതെ 5 നേരം നിസ്കരിക്കാറുണ്ടെന്നൊക്കെ ഇവൻ പറയുന്നത്. എന്തായാലും അവൻ അപ്പോഴത്തെ എക്സൈറ്റ്മെന്റ് പറഞ്ഞാണെന്ന് നമുക്ക് വിശ്വസിച്ചേക്കാം. അപ്പോൾ ഞാൻ 8 വയസ്സ് മുതൽ ഇസ്ലാം ഫോളോ ചെയ്യുന്ന ആളാണ്. ഇസ്ലാം ലോകത്തിലെ ഏറ്റവും മഹത്തരമായ സംഗതിയാണ്, അതാണ് ഇതാണ് മാടയാണ് കോടയാണെന്നൊക്കെ പറഞ്ഞ് അവൻ അടിച്ചിരുന്നു. മാത്രമല്ല ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇസ്ലാം മതം സ്വീകരിച്ചത് എന്നൊക്കെയാണ് മൂപ്പര് അന്ന് അടിച്ചുവിട്ടത്. അപ്പൊ ഈ പറയുന്ന ഈ മതേതര മാധ്യമങ്ങളെല്ലാം ഇപ്പൊ ആ വീഡിയോ എടുത്ത് വൈറലാക്കിയിട്ടുണ്ട്. കണ്ടോ, അവൻ അന്ന് അങ്ങനെയല്ലേ പറഞ്ഞത്, ഇപ്പൊ ഇവൻ ഇങ്ങനെ പറയുന്നു, നിർബന്ധിച്ചാണ് മാറ്റിയതെന്ന് പറയുന്നു. അപ്പൊ അത് വേറൊരു വശം. അപ്പൊ ഇതിൽ ഏതാണ് ന്യായം എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പക്ഷെ ഞാൻ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഒരു കാര്യം ഉറപ്പാണ്, ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന സാധനം കെട്ടുകഥയാണെന്ന് നിങ്ങൾ ഇനിയും ധരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പം ഹാദിയ, അഖില എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കേരളത്തിൽ തന്നെ പല സ്ഥാപനങ്ങളും ഉണ്ട്. സത്യസരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ കെയർ ഒന്നും അല്ലല്ലോ, സൂപ്പർ മാർക്കറ്റും അല്ല. അവിടെ എന്താണ് സംഭവം എന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ ഇവിടെ നിന്ന് കേരളത്തിൽ മതേതരത്വം തകരും. മാത്രമല്ല ഇതിങ്ങനെ എന്തെങ്കിലും വല്ല അന്വേഷണമൊക്കെ നടന്ന ഒരു സത്യാവസ്ഥ പുറത്തു വന്നു കഴിഞ്ഞാൽ BJPക്ക് വല്ല ഗുണവും കിട്ടിയാലോ നോർത്ത് ഇടതും വലതും കൂടെ ചേർന്ന് ഇതെല്ലാം മുക്കും. അതൊരു വശം. രണ്ടാമത്, നേരത്തെ ഈ ലവ് ജിഹാദിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അഖില, ഹാദിയ ആ പ്രശ്നത്തിനകത്ത് ഹൈക്കോടതിയുടെ വിധി എന്തായിരുന്നു? ഹൈക്കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ ചില സംഘടനകളെല്ലാം ചേർന്നിട്ടാണ് ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ തന്തയ്ക്ക് വിളിച്ചത്. ഓർമ്മയുണ്ടല്ലോ? ഈ സംഘടനകൾക്ക് എന്തോ, ഒരാണും പെണ്ണും കൂടെ പ്രേമിച്ച് കഴിഞ്ഞാൽ സംഘടനകൾക്ക് എന്താണ് കാര്യം? ആ കോടതി വിധി വന്ന ദിവസം ആ കോടതിയുടെ വരാന്തയിൽ നടന്ന സംഭവങ്ങൾ അറിയാമല്ലോ, എന്തെല്ലാം പിടിവലികളാണ് നടന്നതെന്ന്. അപ്പോ ഈ ലവ് ജിഹാദ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാനായിട്ടൊരു സുഖമുണ്ട്, അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം ഇതല്ല. പക്ഷെ ഞാൻ പറയുന്നത്, ലവ് ജിഹാദ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരേ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ. ഈ പെങ്കൊച്ചിന് വിവാഹം കഴിക്കാനായിട്ട് വേറെ സ്വന്തം മതത്തിൽ ആൺപിള്ളേരൊന്നും ഇല്ലായിരുന്നു? എല്ലാവരും നാട് വിട്ടുപോയോ? ഇല്ലല്ലോ. ഇസ്ലാം മതത്തിലും ആൺപിള്ളേരുണ്ടല്ലോ, അല്ലേ? അവരെല്ലാം യോഗ്യന്മാരാണ് താനും, അല്ലേ? അപ്പൊ അതൊന്നുമില്ലാതെ ഒരു ഹിന്ദുവിനെ തന്നെ കെട്ടണം, കുഴപ്പമില്ല. പ്രേമം എന്ന് പറയുന്ന പ്രണയം ദിവ്യമാണ്. കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല, ശരിയാണ്. പക്ഷെ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രണയം കഴിഞ്ഞ് വിവാഹത്തിന്റെ സമയത്ത് പിടിച്ച് മതം മാറ്റുന്നത് എന്തിനാ? പ്രണയം ദിവ്യമാണെങ്കിൽ ഇവനെ ഹിന്ദു ആയിരുന്നവനെയല്ലേ പ്രേമിക്കുന്നത്. ഇപ്പൊ ഹിന്ദുവായിട്ട് പ്രേമിക്കുമ്പോ ഹിന്ദുവായിട്ട് തന്നെ അങ്ങ് വിവാഹം കഴിച്ചുകൂടെ? അവർക്ക് അങ്ങനെ അങ്ങ് ജീവിച്ചാൽ പോരെ, അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഒരിക്കലും എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, പ്രണയമൊക്കെ കൊള്ളാം, പക്ഷെ വിവാഹം കഴിക്കുന്നത് മതം മാറണം. മതം മാറുവാണെങ്കിൽ തന്നെ അങ്ങോട്ട് പോയി മതം മാറണം. ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു സിനിമാ നടിയോ ഹിന്ദുമതം സ്വീകരിച്ചതിലേക്ക് അതിന്റെ ഉദാഹരണം ബുക്ക് പിടിച്ചോണ്ട് വരും കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത് സെലിബ്രിറ്റിയുടെ കാര്യമല്ല, സാധാരണ മനുഷ്യരുടെ കാര്യമാണ്. ഈ ഹിന്ദുവും മുസ്ലിമും കൂടെ പ്രേമിച്ചു കഴിഞ്ഞാൽ പ്രേമമൊക്കെ വളരെ ദിവ്യമാണ്, പക്ഷെ വിവാഹം കഴിയുമ്പോൾ ഹിന്ദു പോയി മുസ്ലിം ആയി മാറണം, അല്ലെങ്കിൽ മതം മാറണം. അപ്പൊ ഇത് ഒരു ലവ് ജിഹാദ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം പറയാനായിട്ട് പലർക്കും മടിയുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്ന കാര്യം ഇതാണ്, ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോടതി അങ്ങനെ പറഞ്ഞു, കേന്ദ്രമന്ത്രി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് തടി തപ്പാവുന്നേ ഉള്ളൂ. കേരളത്തിലെ മതേതര പുരോഗമന ജനാധിപത്യ വർഗ ബഹുജന ഫാഷിസ്റ്റ് വിരുദ്ധ പോരാളികളെല്ലാവരും ഇതാരും അറിയാതെ മുക്കുകയും ചെയ്യും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ വടക്കേ ഇന്ത്യയിൽ ഇതിപ്പോൾ വലിയ ചർച്ചയാണെന്നുള്ള കാര്യം മാത്രം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്.